ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ചെറിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാട്ടോ വന്നിരിക്കുന്നത്. ഇതെന്താണെന്നറിയാമോ? ഇതെന്താ ഒരു ബൾബ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ബൾബൊക്കെ എന്തിനാ പരിചയപ്പെടുത്തുന്നത്? ഇതൊക്കെ എല്ലാ വീടുകളിലും ഉള്ളതല്ലേ, നമ്മളൊക്കെ എന്നും യൂസ് ചെയ്യുന്നതല്ലേന്ന്. പക്ഷെ ഇത് ഒരു സാധാരണ ബൾബല്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇത് മിക്കവാറും കറണ്ട് പോകുമ്പോൾ തെളിയുന്ന ബൾബായിരിക്കും, എമർജൻസി ബൾബായിരിക്കും എന്നല്ലേ. അപ്പൊ എമർജൻസി ബൾബ് അല്ല ഇത്. ഇത് വേറൊരു സംഭവമാണ്. ഇതിന്റെ പേരാണ് LED മോഷൻ സെൻസർ ബൾബ്. അപ്പൊ അതെന്താന്നല്ലേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ സാധാരണ നമ്മുടെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ്. രാത്രി ഒരു 10-11 മണിയാകുമ്പോഴേ വരുള്ളൂ എന്ന് വയ്ക്കുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? നമ്മൾ പോകുമ്പോൾ വീടിന് പുറത്തെ ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിട്ടേച്ച് പോകും അല്ലെ, എല്ലാം തെളിച്ചിട്ടേച്ച് പോകും. കാരണം നമുക്ക് വന്നു കഴിയുമ്പോൾ വീട്ടിലേക്ക് ഇരുട്ടത്ത് വന്ന് കയറാൻ ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് വീടിന് ചുറ്റും ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിട്ടേച്ച് പോകും. അപ്പൊ നമ്മൾ രാത്രിയിൽ ഓൺ ആക്കി കിടന്നാൽ കുഴപ്പമില്ല, ആരും ശ്രദ്ധിക്കില്ല. പക്ഷെ പകലെ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ഇത് ശ്രദ്ധിക്കില്ലേ? അപ്പൊ അവർക്ക് കാണുമ്പോൾ മനസ്സിലാകും, ഓ ഇന്ന് ഈ വീട്ടിൽ ആളില്ല എന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മോഷ്ടാക്കൾക്ക് നമ്മൾ അറിയാതെ തന്നെ ഒരു സിഗ്നൽ കൊടുക്കുമല്ലേ, ഇന്ന് നമ്മുടെ വീട്ടിൽ ആളില്ല, നിങ്ങൾ വേണേ കയറി മോഷ്ടിച്ചോ എന്നുള്ളത്. അപ്പൊ ഇനി മുതൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് LED മോഷൻ ബൾബ്. ഇനി ആ ഒരു അവസരം മാത്രമല്ല കേട്ടോ, നമുക്ക് നമ്മുടെ വീടുകളിലും ഉപയോഗിക്കാം. കാരണം ഇത് ആവശ്യമുള്ളപ്പോൾ മാത്രമേ തെളിയുകയുള്ളൂ. അതായത് നമ്മൾ നടന്നു വരുന്നു അല്ലെങ്കിൽ നമ്മളെ ഒന്ന് സെൻസ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ബൾബുകൾ തെളിയുകയുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിന് LED മോഷൻ സെൻസർ ബൾബ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഒരു 6 മീറ്റർ ദൂരം വരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ ഇതിന് സെൻസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോ സിറ്റ് ഔട്ടിലാണ് ഈ ബൾബ് തെളിച്ചിട്ടിരിക്കുന്നതെങ്കിൽ, ഓൺ ആക്കി ഇട്ടിരിക്കുന്നതെങ്കിൽ 6 മീറ്റർ ദൂരം വരെ ഒരാൾ നടന്നു വരികയാണെങ്കിൽ ഈ ബൾബിന് അത് സെൻസ് ചെയ്യാനും ഈ ബൾബ് ഓട്ടോമാറ്റിക് ആയിട്ട് തെളിയുകയും ചെയ്യും. അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ 1 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവുകയും ചെയ്യും. അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ നമുക്ക് വീടിനുള്ളില് ബാത്റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ ബാൽക്കണിയില്, സ്റ്റെയർ കേസിലൊക്കെ ഈ ബൾബ് അങ്ങനെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ പ്രായമായ പേരൻസ് ഒക്കെ ഉള്ള വീട്ടില് നമ്മൾ ബാത്റൂമിലൊക്കെ ഈ ഒരു ബൾബ് ഇട്ട് വെക്കുവാണെങ്കിൽ അവർക്കും എളുപ്പമുണ്ട്. അവർക്ക് രാത്രി ടോയ്ലറ്റിൽ പോകാൻ വരുമ്പോൾ അവർക്ക് പ്രത്യേകം ഇനി ഇരുട്ടത്ത് സ്വിച്ച് തപ്പി പിടിച്ച് ഓൺ ആക്കുമൊന്നും വേണ്ട. അവർ വന്ന് ഡോറ് തുറക്കുമ്പോൾ തന്നെ ഇത് സെൻസ് ചെയ്ത് ഈ ബൾബ് ഓൺ ആകും. തിരിച്ചിറങ്ങുമ്പോൾ അവർ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നാലും 1 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തനിയെ ഓഫ് ആയിക്കോളും. അതുപോലെ നമുക്ക് കിച്ചണിൽ ഇടുവാണെങ്കിൽ, ഇപ്പൊ രാത്രിയിലൊക്കെ നമുക്ക് കിച്ചണിൽ എന്തെങ്കിലും വെള്ളം കുടിക്കാനൊക്കെ കയറണമെങ്കിൽ ഇത് അവിടെ കിടന്നാൽ മതി. ഇപ്പൊ രാത്രി മാത്രമല്ല കേട്ടോ, പകലും ഇത് നമ്മളെ അങ്ങനെ തന്നെ സെൻസ് ചെയ്യും. പകലും നമുക്ക് ലൈറ്റ് നമ്മൾ കൈ കൊണ്ട് സ്വിച്ച് ഓൺ ആക്കി എപ്പോഴും ലൈറ്റ് തെളിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോ സാധാരണ ബൾബാണ് ഇടുന്നതെങ്കിൽ, കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ റൂമിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവർ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തൊന്നും വരില്ല അല്ലെ, ഇത് എപ്പോഴും ഓൺ ആയി കിടക്കും. അപ്പൊ ഇങ്ങനത്തെ ഈ മോഷൻ സെൻസർ ഉള്ള ബൾബ് ഇടുകയാണെങ്കിൽ, ഇപ്പൊ കുട്ടികളാണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ റൂമിൽ നിന്ന് ഇറങ്ങി പോരുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് 1 മിനിറ്റ് കഴിയുമ്പം ഓഫ് ആകും. വീണ്ടും അവർ റൂമിൽ ചെല്ലുമ്പോൾ മാത്രമേ ഇത് ഓൺ ആവുകയുള്ളൂ. അവരുടെ ആ ഒരു മൂവ്മെന്റ് സെൻസ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് ഓൺ ആവുകയുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ കമ്പനി പറയുന്നത് 25,000 ബേണിംഗ് അവേഴ്സ് ഉണ്ടെന്നാണ്. അതായത് ഇതിനൊരു ലൈഫ് എന്ന് പറയുന്നത് 25,000 മണിക്കൂർ വരെ കത്താനുള്ള ശേഷി ഉണ്ടെന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിപ്പോ ഫിനോലെക്സിന്റെ 9 വാട്ട് ബൾബാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതിന്റെ MRP വരുന്നത് 350 രൂപയാണ്. പക്ഷെ നമ്മുടെ ഷോപ്പിൽ ഇത് ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇപ്പോൾ വിൽക്കുന്നത്. ഇനി ഇതിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് കാണണ്ടേ, ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് അറിയണ്ടേ. അപ്പൊ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ നമ്മുടെ മൂവ്മെന്റ് ഒക്കെ സെൻസ് ചെയ്താണോ ഇത് തെളിയുന്നത്, 1 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തനിയെ ഓഫ് ആകുമോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. ഇതിപ്പോ ഞാൻ അകത്തെ മുറിയിലേക്ക് കയറിയിരിക്കുവാണേ. ഇവിടെ നമുക്ക് ഈ ബൾബ് ഓൺ ആക്കി വെക്കാം. ഇതിപ്പോ ഞാൻ ബൾബ് ഇവിടെ സ്വിച്ച് ഓൺ ആക്കി. അപ്പൊ ഇത് സാധാ ബൾബ് പോലെ തെളിയും. ഇനി നമുക്ക് അറിയേണ്ടത് ഇത് 1 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോ കട്ട് ഓഫ് ആകുമോ എന്നുള്ളതാണ്. നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇതാ 1 മിനിറ്റ് ആയപ്പോഴത്തേക്കും അത് തന്നെ ഓഫ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങള് റൂമിന് വെളിയിൽ ഇറങ്ങുവാണ്. എന്നിട്ട് കയറി വരുമ്പോൾ ഇത് ഓൺ ആവുമോന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ബൾബ് വീണ്ടും ഓൺ ആയിട്ടുണ്ട്. അപ്പൊ ക്യാമറാമാൻ ഇവിടെ നിന്ന് ഒന്ന് അനങ്ങിയപ്പോഴത്തേക്കും വീണ്ടും ആ ഒരു മൂവ്മെന്റ് സെൻസ് ചെയ്ത് ബൾബ് വീണ്ടും ഓൺ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി ക്യാമറ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ റൂമിന് പുറത്തിറങ്ങുവാണ്. അത് ബൾബ് ഓഫ് ആയി കഴിയുമ്പം ഞാൻ കയറി വരാം. അപ്പൊ എന്നെ സെൻസ് ചെയ്ത് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തെളിയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം.
ഇപ്പോ നമ്മുടെ സെൻസർ ബൾബ് ഓഫ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി അതിന്റെ അടുത്തേക്ക് ചെല്ലാൻ പോവുകയാണ്. അന്നേരത്തേക്ക് ഇതെന്നെ സെൻസ് ചെയ്ത് തെളിയുമോ എന്നുള്ളത് അറിയാം. കേട്ടോ, ഞാൻ ഡോറ് തുറന്നപ്പോ തന്നെ നമ്മുടെ ബൾബ് സെൻസ് ചെയ്തിട്ടുണ്ട്, ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ റൂമിലായാലും നമ്മൾ പകൽ യൂസ് ചെയ്യുവാണെങ്കിലും നമ്മുടെ ഒരു മൂവ്മെന്റ് സെൻസ് ചെയ്തില്ലെങ്കിലാണ് ഇത് 1 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആകുന്നത്. ഇപ്പൊ നമ്മൾ റൂമിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്, നമ്മൾ നമ്മുടെ മൂവ്മെന്റ് ഇത് സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ബൾബ് ഓഫ് ആവുകയില്ല, സാധാ ബൾബ് പോലെ തന്നെ തെളിഞ്ഞു കിടക്കും. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞൻ ബൾബ് അത്ര നിസ്സാരക്കാരനല്ലെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് സന്ദർശിക്കുക. നമ്മുടെ ഷോപ്പ് വരുന്നത് പാലായിലെ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് പാല.